ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ്. നല്ല സിമ്പിളായിട്ട് ക്വിക്കായിട്ട് ഒരു 5 മിനിറ്റ്സ് ഒരു 10 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ല, ബട്ട് സ്റ്റിൽ ലിറ്റിൽ ബിറ്റ് ഓഫ് മേക്കപ്പ് ചെയ്യണം, കുറച്ച് പ്രസൻറ്റബിൾ ആയിട്ട് തോന്നണം എന്നുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ എൻ്റെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ വരുന്നുണ്ട്, അത് എന്തായാലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡിസ്കളറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് കൺസീൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കൺസീലറാണ്. ലിക്വിഡ് കൺസീലർ എന്ന് പറഞ്ഞൊരു കൺസീലറാണ്. സൂപ്പർ കൺസീലറാണ്. നിങ്ങൾ അധികം എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കൺസീലർ ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്യുന്നത് 1 ഷെയ്ഡ് ഡാർക്കറാണ്. ബിക്കോസ് ചെറുതായിട്ട് എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസീലർ വെച്ചിട്ട് ചെറിയൊരു എമൗണ്ട്, അധികമൊന്നും വേണ്ട, എവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള അവിടെയൊക്കെ മാത്രം അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം എൻ്റെ ഒരു സ്കിൻ ടോണായിട്ടാണ് വരുന്നത്. ഈ ഒരു സൈഡിലും അത്ര തന്നെ അപ്ലൈ. അടിയിൽ ബ്ലെൻഡ് ചെയ്യാനുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഇച്ചിരി എടുത്തിട്ടുള്ളൂ, അധികം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എനിക്ക് ഇച്ചിരി പിഗ്മെൻറ്റേഷൻ ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്. കഴിഞ്ഞു. നിങ്ങൾക്ക് വല്ല കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഡോട്ട് അപ്ലൈ ചെയ്ത് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു കൺസീലർ ബ്രഷാണ്, ഇത് വെച്ചിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ എൻ്റെ ഫേസ് ഒന്ന് നല്ല പുട്ട് ടുഗെദർ ആയിട്ടുള്ളത് തോന്നുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടേക്ക് കൺസീലർ അപ്ലൈ ചെയ്ത് വെച്ചാൽ അവിടേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അധികം ഞാൻ പുള്ള് ചെയ്യുന്നില്ല, കാരണം എനിക്ക് എവിടേക്ക് വേണ്ടത് എനിക്കറിയാം. അപ്പോൾ അവിടേക്ക് മാത്രം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കണ്ടോ, എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും അത്ര ഹെവി ആയിട്ട് ഒന്നും മേക്കപ്പ് ചെയ്ത പോലെ തോന്നുന്നുമില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ബട്ട് എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നറിഷിംഗ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്. പിങ്ക് ഫോർ എവർ എന്ന് പറഞ്ഞ ഷെയ്ഡ് 06 ആണ്. അപ്പോൾ ഇതാണ് ഷെയ്ഡ് വരുന്നത്. നല്ല പിങ്കിഷ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഞാൻ അത്ര ഹെവി ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ഹാൻഡ് എടുക്കുകയാണ്. കൈ എടുത്തിട്ട് ഒരു 3 ഡോട്ടോളം അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയുള്ളൂ, ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ അങ്ങനെ ബ്ലഷ് എടുത്ത് കാണുന്നില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ചെറിയൊരു കളർ നമ്മുടെ ഫേസിലുണ്ടാവും, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഞാൻ ഇതേ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് എടുത്തിട്ട് എൻ്റെ ലിപ്സുമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ഐബ്രോസ് ആണ്. ഐബ്രോസ് ഇപ്പോൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഹെവി ആയിട്ടൊന്നും ഫില്ല് ചെയ്യുന്നില്ല, അത് ലൈറ്റ് ആയിട്ട് ഫെദറി ആയിട്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൗഡർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ഐബ്രോ പൗഡർ അല്ലെങ്കിൽ ഐ ഷാഡോ ഉണ്ടെങ്കിൽ ബ്രൗൺ കളർ യൂസ് ചെയ്യാം. പക്ഷേ ഐബ്രോസ് ഉണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെ ഹെവി ആയിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്താൽ ഭയങ്കര ഡാർക്കായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ബ്രൗണും ബ്ലാക്കും ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട്, ബ്രൗൺ യൂസ് ചെയ്തിട്ട് അതിൽ ഇച്ചിരി ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് നല്ല തീരെ ഐബ്രോസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ യു കൻ ഗോ വിത്ത് ബ്ലാക്ക്. ബട്ട് അങ്ങനെ അത്യാവശ്യം ഐബ്രോസ് ഉള്ള ആൾക്കാർ, ലൈക്ക് എൻ്റെ പോലത്തെ ആൾക്കാരാണെങ്കിൽ അത്ര ഹെവി ആയിട്ട് ബ്ലാക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മാക് ലുക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെർഫെക്റ്റ് ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഡുവോ ഷെയ്ഡാണ്. ഇതിൽ ബ്ലാക്കും കണ്ടോ, ബ്ലാക്കും ബ്രൗണും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്യും, എന്നിട്ടാണ് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ ഇതിൽ ഈ ഒരു ബ്രഷ് വരുന്നുണ്ട്, ഇത് വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യാറ്. ആദ്യം ബ്രൗണിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ബ്ലാക്കിൽ ജസ്റ്റ് ഓടിക്കുള്ളൂ. അത്രേ ഉള്ളൂ, ഫിനിഷ്. ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എവിടേക്കാണ് എനിക്ക് ഐബ്രോസ് ഇല്ലാത്തതെന്ന് വെച്ചാൽ അവിടേക്കൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഫുൾ ഐബ്രോസ് തോന്നുന്നുണ്ട്, ഇത് ഫുള്ളായിട്ട് തോന്നുന്നില്ല. ഞാൻ ഈ സൈഡ് ഫില്ല് ചെയ്തിട്ട് ഇപ്പോൾ വരാം കേട്ടോ. ജസ്റ്റ് ഞാൻ ഐബ്രോസിൻ്റെ ഹെയർ ഗ്രോത്ത് വരുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുക്കുകയാണ്. എവിടെയെങ്കിലും പ്രൊഡക്റ്റ് ബ്ലെൻഡ് ആവാത്തുണ്ടെങ്കിൽ അതൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി മാത്രം, ജസ്റ്റ് ഫിനിഷ്. അപ്പോൾ കണ്ടോ, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഐബ്രോസ് ആണ്. ഫുൾ ഐബ്രോസ് വരുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ലുക്കാൻ മാറും. ഐലൈനർ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ണെഴുതി കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് കണ്ണെഴുതി കൊടുക്കാം. ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ വിങ് ലൈനർ അപ്ലൈ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനർ ഉപയോഗിക്കുകയാണ്. ഞാനത് എപ്പോൾ ഐലൈനർ ഉപയോഗിച്ച് തുടങ്ങിയോ അപ്പോൾ തൊട്ട് ഉപയോഗിക്കുന്നതാണ്. എനിക്കിത് മാത്രം വെച്ചിട്ട് കണ്ണെഴുതാൻ ഇഷ്ടമുള്ളൂ, വാലിടാനൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണെഴുതി കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ ഔട്ട് സൈഡ് പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു വര വരയ്ക്കും, പിന്നെ ഇന്നർ കോർണർ തൊട്ടിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ ഈ ഒരു പോർഷനെ അങ്ങോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും.
പിന്നെ ഞാനിത് മൊത്തം ഇച്ചിരി കൂടി തടി കൂട്ടാറുണ്ട് ഐലൈനർ. ബിക്കോസ് എൻ്റെ കണ്ണ് കുഞ്ഞ് കണ്ണ് പോലെയാണ് തോന്നാറ്, ബട്ട് ആ ഐലൈനർ എനിക്ക് നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വലുതാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിങ്ങനെയാണ് കണ്ണെഴുതാറ്. നെക്സ്റ്റ് ഞാനൊരു കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് മൈഗ്ലാമിൻ്റെ സൂപ്പർ ഫുഡ്സ് കാജൽ ഇതിൻ്റെ ഷെയ്ഡ് റേവൺ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ അടിഭാഗം മാത്രമേ എഴുതുള്ളൂ. അടിയിലേക്കൊന്നും കൊണ്ടില്ല കേട്ടോ. അടിയിലേക്ക് കൊണ്ട് താല്പര്യമുള്ളവർ കാരണം ചെയ്യാം, എനിക്ക് താല്പര്യമില്ല. ഞാൻ അപ്ലൈ ചെയ്യുന്നത് മസ്കാരയാണ്. അപ്പോൾ മസ്കാരയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മൈഗ്ലാമിൻ്റെ മസ്കാരയാണ്. ഈ മസ്കാര എന്ന് വെച്ചാൽ നല്ല നാച്ചുറൽ ഫീല് തരും ചെയ്യും. എന്നാൽ ഇച്ചിരി നമുക്ക് ലാഷസ് ഉള്ള പോലെ കാണിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മസ്കാര വെച്ചിട്ട് ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോമ്പാക്റ്റ് ഒന്നും വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണ് ലൈക്ക് മൈൻ, എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ അതാവുമ്പോൾ ഞാൻ ജസ്റ്റ് കോമ്പാക്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഈ ബെലോറോ പാരിസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കോമ്പാക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ സ്കിന്നിന് ക്വൈറ്റ് നല്ലൊരു മാച്ചാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കോമ്പാക്റ്റാണ് ഞാൻ ഉപയോഗിക്കാൻ പോണേ. അത് തന്ന സ്പഞ്ച് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്പെഷ്യലി ഓയിലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ജസ്റ്റ് ലൈറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. പൗഡർ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് സെറ്റ് ചെയ്താലും മതി. അല്ല നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പഫ് ആയാലും നിങ്ങൾ ബ്യൂട്ടി ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഉപയോഗിക്കുന്നത് നന്നായി പൗഡർ പ്രസ് ചെയ്ത് കൊടുക്കാൻ നോക്കുക നിങ്ങളുടെ ഫേസിലേക്ക്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ജസ്റ്റ് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തോ. ഓയിലി സ്കിൻ ആണെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ലിപ്സ്റ്റിക്കോ ലിപ് ഗ്ലോസോ ഒക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഒരു സ്കിൻ ടിൻ്റ് ഉണ്ട് ജസ്റ്റ് മുകളിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലുക്കും ഭംഗിയുണ്ട് കേട്ടോ. ഇച്ചിരി ഹെവി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ ഐലൈനർ തന്നെ എടുത്തിട്ട് എൻ്റെ പൊട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആക്സസറീസ് കമ്മലോ വളയോ എന്താ ഇടുന്നത് വെച്ചാൽ അതിടാം. ദാറ്റ്സ് ഇറ്റ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ലുക്കാണ്. നമുക്ക് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് ഏറ്റവും കുറവ് പ്രൊഡക്ട്സിൽ നമ്മുടെ സ്കിന്ന് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. എന്നാൽ കാണുന്നവർക്ക് അങ്ങനെ അധികം മേക്കപ്പ് അപ്ലൈ ചെയ്ത പോലെ തോന്നില്ല. ആ ഒരു രീതിയിലുള്ള മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്, എവറിഡേക്ക് ബെസ്റ്റാണ്. ഞാൻ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാരണം എനിക്ക് 10 മിനിറ്റ്സ് എങ്കിലും പിടിച്ചത്, ബട്ട് അല്ലെങ്കിൽ എനിക്കൊരു 5 മിനിറ്റ്സിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.